ഹലോ എവരിവൺ, PK ലേണിംഗ് സയൻസ് വിങ്ങിന്റെ പുതിയൊരു വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം ഒക്ടോബർ നവംബറിലായിരിക്കും അല്ലെ? കൺഫർമേഷൻ വന്നിട്ടില്ല. പ്രോബബിൾ ഡേറ്റ് ഒക്ടോബർ നവംബറിലായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. ഇനി ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്കും ഇനിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ വേസ്റ്റ് ആക്കാതെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ വളരെ കാരണം അത്രയ്ക്ക് ഹാർഡ് വർക്ക് കണ്ടിരിക്കുന്നു കേട്ടോ ഇനിയുള്ള ദിവസങ്ങൾ. കാരണം നമ്മുടെ മുന്നിൽ ദിവസങ്ങൾ കുറവാണ്. ഓക്കെ, നമുക്ക് MLT ടോപ്പിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ +1 +2. പക്ഷെ ഇനി MLT പഠിച്ചിട്ടില്ലാത്തവർക്ക് MLT കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ MLT ആണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളത്, MLT 50 മാർക്സിനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് MLTയിലെ കുറച്ച് ഷുവർ ഷോർട്ട് ടോപ്പിക്സ് ആണ് നോക്കുന്നത്. MLTയില് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് എന്തായാലും എക്സാമിന് വരുന്നത്. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലെല്ലാം ഉള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ടോപ്പിക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ സിലബസിന്റെ ഹാർഡ് കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ PYQs കളക്ട് ചെയ്യുക. എത്രത്തോളം PYQs കളക്ട് ചെയ്യാമോ എത്രത്തോളം PYQs കളക്ട് ചെയ്യുക. അപ്പൊ PYQ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഹൈ പ്രയോറിറ്റി ഏരിയാസ് ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ട്രാക്ക് ഓക്കെ ആണോ, നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ പഠിച്ചാൽ മതിയാവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഓക്കെ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ ഒരു ഫ്രഷർ ആണ്, ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ആളാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ PYQ അനാലിസിസിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സാറ്റർഡേ, അതായത് മറ്റന്നാള് 4:30 നമുക്കൊരു യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. അന്ന് നമ്മൾ ജൂനിയർ അസിസ്റ്റന്റ് MLT ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് സീരീസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലാണ് എല്ലാവർക്കും. ഓക്കെ, നമ്മുടെ കോഴ്സിൽ നിന്ന് ജോയിൻ ചെയ്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ ഒരു ഷുവർ ഷോർട്ട് ടോപ്പിക്സിന്റെ സീരീസും PYQന്റെ സീരീസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഷുവർ ഷോർട്ട് ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം റിവിഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. MLT പഠിക്കുന്നവർക്ക് ഈ ഒരു ഷുവർ ഷോർട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു റിവിഷൻ ചെയ്യുന്നതിന് ഒരു തുല്യമായിരിക്കും. ഓക്കെ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൽ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആ സീരീസിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഷുവർ ഷോർട്ട് ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് MLTയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു 6 ടോപ്പിക്കുകളാണ് ഞാൻ ഇന്നത്തെ വെബിനാറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ടോപ്പിക്സ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു എന്തൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, മോഡ്യൂൾ 1 എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വാക്യൂ ചെയിനറുകൾ, അതായത് ബ്ലഡ് കളക്ഷൻ ട്യൂബുകളെ പറ്റി. അപ്പൊ വാക്യൂ ചെയിനറിന്റെ ആ ഒരു ക്യാപ്പിന് കളർ കോഡിംഗ് ഉണ്ട്. അപ്പൊ കളർ കോഡിംഗ് വെച്ചാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ വാക്യൂ ചെയിനേഴ്സിനെ പറ്റിയും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ അനാറ്റമിക്കൽ ടേംസ്, അതായത് ഹെമറ്റൂറിയ, ഗ്ലൈക്കോസൂറിയ, ഹിമോപ്റ്റൈസിസ്, എപ്പിസ്റ്റാക്സിസ്, ഗ്ലൈക്കോസൂറിയ, അപ്പൊ ഇങ്ങനെ മെലിറ്റൂറിയ, അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ടേംസിനെ പറ്റി നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അത് നമ്മുടെ മോഡ്യൂൾ 4 വരുന്നതാണ്, ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. പിന്നെ ലീഷ്മാൻ സ്റ്റെയിനിനെ പറ്റി സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ്, റോമനോവ്സ്കി സ്റ്റെയിൻ, ലീഷ്മാൻ സ്റ്റെയിൻ ഒക്കെ. പിന്നെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് പിപ്പറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിലെ സീരീസിൽ നമ്മൾ നോർമൽ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോർമൽ വാല്യൂസും. അപ്പൊ ഇതുപോലെ ബാക്കി അടുത്ത ഒരു സെറ്റ് ഓഫ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ അടുത്ത വെബിനാറിൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 6 ടോപ്പിക്സും നിങ്ങൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണ്, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ടോപ്പിക്സ് എന്തായാലും നോക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
ഷുവർ ഷോട്ട് ആണ്, അല്ലെ ഷുവർ ഷോട്ട് ടോപ്പിക്സ് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ ഈ ഒരു ഓരോ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ലഭിക്കും. അപ്പൊ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. ആദ്യം തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഹോസ്പിറ്റൽസ്, അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ലബോറട്ടറീസ്, റിസർച്ച് സെന്റേഴ്സ്. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ഹസാർഡസ് വേസ്റ്റ് മീൻസ് ദാറ്റ് ഇസ് ഡേഞ്ചറസ് വേസ്റ്റ്, ഹസാർഡസ് ആയിട്ടുള്ള, ഇറ്റ് ഇസ് വെരി ഹസാർഡസ്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റിനെ എങ്ങനെയാ സേഫ് ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാ അതിനെ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അതിനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടി വരും. സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം, അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റിഫേഴ്സ് ടു സേഫ് ഹാൻഡ്ലിംഗ്, അതായത് സേഫ് ഹാൻഡ്ലിംഗ്, അതുപോലെ സെഗ്രിഗേഷൻ, treatment and disposal of hazardous waste generated by healthcare facilities, laboratories and research centers. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞു, മനസ്സിലായോ? ഹെൽത്ത് കെയർ സെന്റേഴ്സിലും ലാബുകളിൽ റിസർച്ച് നടത്തുന്ന സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ള വേസ്റ്റിനെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്ത്, അപ്പൊ കളർ കോഡ് ചെയ്ത് ബക്കറ്റുകൾ കാണാറുണ്ടല്ലേ, അതിലാണ് കറക്റ്റ് ആയിട്ട് ഇടേണ്ടത്. പിന്നെ ഓരോ ബക്കറ്റിൽ ഇടുന്നതും പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അത് ട്രീറ്റ് ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ സേഫ് ആയിട്ടുള്ള രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ നമുക്കത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. കളർ കോഡിംഗ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് മൊത്തത്തിൽ ആ വേസ്റ്റിനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതെന്നും പറയാം. ഓക്കെ, അപ്പൊ ഈ നോൺ ഇൻഫെക്റ്റഡ് എന്ന് പറയുന്നത് സൈറ്റോടോക്സിക് ആൻഡ് കെമിക്കൽ വേസ്റ്റ് ഒക്കെയാണ് നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ അതുപോലെ തന്നെ സോയിൽഡ് വേസ്റ്റുകളുണ്ട്, അതുപോലെ അനാറ്റമിക്കൽ വേസ്റ്റ്. അപ്പൊ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ ഇല്ലേ, പ്ലാസെന്റ, അതൊക്കെ ബോഡി പാർട്സ്. പിന്നെ പ്ലാസ്റ്റിക്കുകളുണ്ട്, പിന്നെ വളരെ ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽ വൈറ്റിലാണ് നമ്മൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക്കുകൾ, അതായത് ഷാർപ്പായിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ, എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത്, അതായത് നീഡിൽസ് അല്ലെങ്കിൽ കട്ട് ഗ്ലാസസ്. അത് ക്വസ്റ്റ്യൻ ഒക്കെ വന്നതാ, ഇതിന് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇത് ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ വരാതിരിക്കില്ല. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് അപ്പൊ ഷാർപ്പ് നീഡിൽസും കട്ട് ഗ്ലാസസും ഒക്കെയാണ്. അത് ഏതിലാ ഷാർപ്പ് ഇടുന്നത്? വൈറ്റിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി അനാറ്റമിക്കൽ വേസ്റ്റ് എപ്പോഴും ചോദിക്കുന്നത്, അനാറ്റമിക്കൽ വേസ്റ്റ് എവിടെയാണ്? നമുക്ക് ഓരോ കളറായിട്ട് നോക്കാം. യെല്ലോ കളറിൽ എന്തൊക്കെയാണ്? ഹ്യൂമൻ വേസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ഓർ ആനിമൽ അനാറ്റമിക്കൽ വേസ്റ്റ്, അതുപോലെ സോയിൽഡ് വേസ്റ്റ്, അതുപോലെ എക്സ്പയർഡ് മരുന്നുകൾ എക്സ്പയറി കഴിഞ്ഞാൽ, അതുപോലെ കെമിക്കൽ വേസ്റ്റ് ഒക്കെ നമ്മൾ യെല്ലോയിലാണ് ഇടുന്നത്. ഓക്കെ, അതുപോലെ റെഡിലാണ് നമ്മൾ എന്താണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ IV സെറ്റ്, സിറിഞ്ചസ്, നീഡിലില്ലാത്തത്. നീഡിൽ ഷാർപ്പ് വന്നു കഴിഞ്ഞാൽ എവിടെയാ? ഷാർപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് എന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൂ കളറാണ് ഗ്ലാസ് വെയർ ആൻഡ് മെറ്റാലിക് ഇംപ്ലാന്റ്സ്. ഗ്ലാസ് വെയറും മെറ്റാലിക് ഇംപ്ലാന്റ്സും ബ്ലൂ കളറിലാണ് സെഗ്രിഗേഷൻ നടത്തി നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ റെഡിൽ എന്താണ്? നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകളാണ്. ഓക്കെ, അപ്പൊ വൈറ്റ് എന്ന് പറയുന്നത് ഷാർപ്പ് ആയിട്ടുള്ള സംഭവങ്ങൾ, ബ്ലൂ കളറില് ഗ്ലാസ് വെയർ ആൻഡ് മെറ്റാലിക് ഇംപ്ലാന്റ്സ്, റെഡില് റീസൈക്ലബിൾ പ്ലാസ്റ്റിക്, യെല്ലോയില് ഹ്യൂമൻ ആനിമൽ അനാറ്റമിക്കൽ വേസ്റ്റ്, എക്സ്പയർഡ് മെഡിസിൻസ് ആൻഡ് കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, അപ്പൊ കളർ ഇമ്പോർട്ടന്റ് ആണ്. കളർ ഏതൊക്കെയാ? യെല്ലോ ഓർത്ത് വെക്കുക, റെഡ് ഓർത്ത് വെക്കുക, വൈറ്റ് ഷാർപ്പ്. സ്ഥിരം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഈ വൈറ്റും യെല്ലോയും, കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ വൈറ്റ് ഓർ യെല്ലോയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കളർ കോഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെല്ലോയില് അനാറ്റമിക്കൽ വേസ്റ്റ് മാത്രമല്ല, എക്സ്പയർഡ് മെഡിസിൻസ് വരുന്നുണ്ട്. ഓക്കെ, റെഡില് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ഐറ്റംസ് ആണ്. IV സെറ്റുകൾ, സിറിഞ്ചുകൾ, നീഡിലില്ലാതെ, കത്തീറ്ററുകളൊക്കെ. വൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഷാർപ്പ് ആയിട്ടുള്ളത്, നീഡിൽസ്, സിറിഞ്ചസ് വിത്ത് നീഡിൽസ്, സ്കാൽപ്പൽസ്, മെറ്റാലിക് ഷാർപ്പായിട്ടുള്ള സംഭവങ്ങളെല്ലാം എവിടെയാണ്? വൈറ്റിലാണ്. ഇനി ബ്ലൂയിലാണ് ഗ്ലാസ് വെയർ ആൻഡ് മെറ്റാലിക് ഇംപ്ലാന്റ്സ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ,
അപ്പൊ നമ്മൾ ആദ്യത്തെ ടോപ്പിക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലെ കളർ കോഡിങ്ങിലാണ്. അടുത്ത കളർ കോഡിംഗ് വരെയാണ് വാക്യൂറ്റെയ്നർ. ഈ രണ്ട് കളർ കോഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആസ് എ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലെ കളറുകൾ. യെല്ലോ ഏതാ, വൈറ്റ് ഏതാ, ബ്ലൂ ഏതാ, ഓക്കെ, റെഡ് ഏതാണെന്നുള്ളത്. അതുപോലെ വാക്യൂറ്റെയ്നറുകൾ നമുക്കറിയാലോ, നമ്മൾ എല്ലാവരും ലാബിൽ പോയി ബ്ലഡ് എടുക്കാറുണ്ട്. ലാബിൽ പോയി നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡിനെ ഇതുപോലെയുള്ള ട്യൂബുകളിലോട്ടാണ് ആ ഒരു ലാബ് ടെക്നീഷ്യൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡ് എടുത്തതിന് ശേഷം പല കളർ ഇതുപോലുള്ള ട്യൂബുകളിലോട്ടാണ് ഈ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ആ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ കളറും വെറുതെ ഉള്ളതല്ല, ഓരോ കളറിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഈ കളർ, ഇതിന്റെ മൂടിയിലുള്ള കളറാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഓരോ മൂടിയിലുള്ളതിനും അതിൻ്റെതായ, ഓരോന്നിലും അതിൻ്റെതായ ആന്റികോയാഗുലന്റ് അടങ്ങിയിട്ടുണ്ട്. അത് ഓരോ പലതരത്തിലുള്ള ടെസ്റ്റ്. അപ്പൊ നമ്മൾ ലാബിൽ പോയിട്ട് ചിലപ്പോൾ ബ്ലഡ് ഷുഗർ നോക്കാനായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ CBC നോക്കാനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ടെസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ ഏത് ടെസ്റ്റ് ആക്കിയാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളതാണ് ഈ ഓരോ കണ്ടെയ്നറുകൾ. ഈ വാക്യൂറ്റെയ്നർ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ സ്റ്റെറൈൽ ആയിട്ടുള്ള വാക്യൂം സീൽഡ് ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബ് ആകാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? സേഫ് ആയിട്ട് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാം, ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യാം. ബ്ലഡ് മാത്രമല്ല, ബോഡിലി ഫ്ലൂയിഡ്സും കളക്ട് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റെറൈൽ വാക്യൂം സീൽഡ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബ്. Okay, sterile vacuum sealed glass or plastic test tube used to safely collect and transport bodily or blood fluids. Clear? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഓരോ കളർ കോഡിങ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഒരു സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, യെസ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. 1 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കത് എന്താന്ന് പഠിക്കണ്ടേ? ഇപ്പൊ റെഡ് കളറാണ് മൂടിയെങ്കിൽ അതിൽ ആന്റികോയാഗുലന്റ് ഒന്നും ഇല്ല. അപ്പൊ അതിൽ നമ്മൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് സെറോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയാണ്. ബയോകെമിസ്ട്രിയിലെ സെറോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയാണ്. ഇനി ഗ്രേ ആണ് അതിന്റെ മൂടിയെങ്കിൽ, ഗ്രേ കളർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏത് ആന്റികോയാഗുലന്റ് ആണ് അടങ്ങിയിരിക്കുന്നത്? സോഡിയം ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, സോഡിയം ഫ്ലൂറൈഡ് ആണ്. ആ ഒരു വാക്യൂറ്റെയ്നറിലെ ബ്ലഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയാണ്. ഓക്കെ ആണോ? യെസ്. അടുത്തത് പേർപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിൽ EDTA ആണ് ഉള്ളത്. EDTA അത് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൽ എന്തിനാ ഉപയോഗിക്കുന്നത്? ഹെമറ്റോളജിക്കൽ എക്സാമിനേഷൻ ലൈക്ക് കംപ്ലീറ്റ് ഹീമോഗ്രാം, ESR ഒക്കെ നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പേർപ്പിൾ കളർ ആണെങ്കിൽ EDTA ആണുള്ളത്. അതുപോലെ തന്നെ ഹെമറ്റോളജിക്കൽ എക്സാമിനേഷൻ ലൈക്ക് കംപ്ലീറ്റ് ഹീമോഗ്രാം, ESR എക്സെട്ര ഇത് നോക്കാനാണ്. അപ്പൊ റെഡ് കളർ ആണെങ്കിൽ അതിൽ ഒരു ആന്റികോയാഗുലന്റും ഇല്ല. ക്വസ്റ്റ്യൻ വന്നതാണ്, റെഡ് കളർ ആണെങ്കിൽ ആന്റികോയാഗുലന്റ് ഇല്ല. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വന്നിട്ടുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആന്റികോയാഗുലന്റ് ഇല്ലാത്തതിന് റെഡ് കളർ ആണ്. അത് എന്തിനാ ഉപയോഗിക്കുന്നത്? റെഡ് കളർ സെറോളജിക്കൽ എക്സാമിനേഷൻ. ഗ്രേ ആണെങ്കിൽ സോഡിയം ഫ്ലൂറൈഡ് ആണ് ആന്റികോയാഗുലന്റ് ആയിട്ടുള്ളത്. അത് ഉപയോഗിക്കുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയാണ്. പേർപ്പിൾ കളർ ആണെങ്കിൽ EDTA ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, EDTA ഉള്ളത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഹെമറ്റോളജിക്കൽ എക്സാമിനേഷൻ ലൈക്ക് കംപ്ലീറ്റ് ഹീമോഗ്രാം, ESR എക്സെട്ര. ഇനി ലൈറ്റ് ബ്ലൂ കളർ, നമ്മുടെ സ്കൈ ബ്ലൂ പോലെ ലൈറ്റ് ബ്ലൂ കളർ ആണെങ്കിൽ അതിലുള്ളത് 3.2% സോഡിയം സിട്രേറ്റ് ആണ്. അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയാണ്. ലൈക്ക് പ്രൂത്രോംബിൻ ടൈം, APTT ഒക്കെ നോക്കാനായിട്ട്. അപ്പൊ കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയാണ് 3.2% സോഡിയം സിട്രേറ്റ് ആന്റികോയാഗുലന്റ് ആഡ് ചെയ്തിട്ട് ഈ ലൈറ്റ് ബ്ലൂ കളർ ക്യാപ്പുള്ള വാക്യൂറ്റെയ്നർ യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ആണെങ്കിൽ എന്താ? ഗ്രീൻ എപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ഗ്രീനും റെഡുമാണ്. ഓക്കെ, ഗ്രീൻ ഹെപ്പാരിൻ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ബോൺ മാരോ സ്റ്റഡീസ്. അതും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ഹെപ്പാരിൻ, ബോൺ മാരോ സ്റ്റഡീസ്. ഇനി യെല്ലോ ആണെങ്കിൽ അതിൽ ഏത് ആന്റികോയാഗുലന്റ് ആണ്? സിട്രേറ്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് ബ്ലഡ് കൾച്ചർ നോക്കാനാണ്. ബ്ലഡ് കൾച്ചർ നോക്കാൻ വേണ്ടിയാണ്. ക്ലിയർ ആണോ?
യെസ്. അടുത്തത് പിങ്ക് കളർ ആണെങ്കിൽ K2EDTA ആണ്. അത് ഉപയോഗിക്കുന്നത് ബ്ലഡ് ബാങ്ക് ടെസ്റ്റ്, അതുപോലെ ബ്ലഡ് ടൈപ്പിംഗ്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗിനൊക്കെയാണ്. ബ്ലഡ് ബാങ്ക് ടെസ്റ്റ്, ബ്ലഡ് ടൈപ്പിംഗ്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എക്സെട്ര. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പൊ വാക്യൂ ചെയിനർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാക്യൂ ചെയിനർ നമ്മൾ ആദ്യം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞു, അതിലെ കളറുകൾ പഠിച്ചു, യെല്ലോ, വൈറ്റ്, റെഡ്, ബ്ലൂ. ഓക്കെ, അതും ഇതും എല്ലാം കൂടെ മാറിപ്പോരുത്. ഓക്കെ, ഇവിടെ നമ്മൾ വാക്യൂ ചെയിനർ പഠിച്ചു. വാക്യൂ ചെയിനറിൽ ഈ റെഡ് ന്യൂ ആന്റികോയാഗുലന്റ് സെറോളജിക്കൽ എക്സാമിനേഷൻ ഇൻ ബയോകെമിസ്ട്രി, ഗ്രേ സോഡിയം ഫ്ലൂറൈഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഓക്കെ, പർപ്പിൾ EDTA ഹെമറ്റോളജിക്കൽ എക്സാമിനേഷൻ ലൈക്ക് കംപ്ലീറ്റ് ഹീമോഗ്രാം ആൻഡ് ESR. Light blue 3.2% sodium citrate coagulation studies like PT, APTT. Green heparin bone marrow studies. Yellow citrate blood culture. Pink K2EDTA blood bank test, blood typing, ABO grouping, etc. Clear ആണോ? Yes. ഓക്കെ, അപ്പൊ നമ്മൾ വാക്യൂ ചെയിനറുകളാണ് പഠിച്ചത്. അടുത്തതായിട്ട് അപ്പൊ വാക്യൂ ചെയിനറിന്റെ കളർ കോഡിങ് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ പഠിക്കുന്ന ടോപ്പിക് വളരെ കൺസെപ്റ്റ് മനസ്സിലാക്കി തറോ ആയിട്ട് പഠിച്ചു പോവാ. ഓക്കെ, മഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എക്സാം ഹാളിൽ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ കൺസെപ്റ്റ് മനസ്സിലാക്കി കൺസെപ്റ്റ് തറോ ആക്കിക്കൊണ്ട് പോവാ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നും അല്ല ഈ ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാം. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അതിന്റെ കൂടെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് MLT ആണ്. 50 മാർക്ക് MLT ആണ്. ഈ 50 മാർക്ക് MLT നിങ്ങൾക്ക് ഉറപ്പാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പാണ്. ഓക്കെ, ബാക്കി ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സ് വീക്ക് ആയിരിക്കും, കെമിസ്ട്രി വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ബോട്ടണി. പക്ഷെ ഈ MLT നിങ്ങൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും MLT വളരെ ടഫ് അല്ലേ? ഒന്നുമല്ല. MLTയിൽ മോഡ്യൂൾ 1 മാത്രമാണ് പ്യുവർലി ലാബ് ടോപ്പിക്സ് വരുന്നത്. ബാക്കി നിങ്ങൾ മുന്നേ പഠിച്ച പെത്തോളജി, മൈക്രോബയോളജി, അതുപോലെ ബയോ കെമിസ്ട്രി, ഹെമറ്റോളജി, ഇതൊക്കെയാണ് ഈ മോഡ്യൂൾ 2 3 4 2 കംപ്ലീറ്റ് ഹെമറ്റോളജി വരുന്നുണ്ട്. ഓക്കെ, 3 കംപ്ലീറ്റ് യൂറിൻ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 4 അപ്പൊ കംപ്ലീറ്റ് നമ്മുടെ ഈ BHSC ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ ഡിപ്ലോമ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള കണ്ടന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ കറക്റ്റ് സോഴ്സ് മനസ്സിലാക്കി അത് ആ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാമെന്നുണ്ടെങ്കിൽ MLT 50 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. EK ലേണിംഗ് സയൻസിൽ നിങ്ങൾക്കായിട്ട് ഈ MLT ടോപ്പിക്സ് മാത്രമുള്ള ഒരു ബാച്ചുമായിട്ട് വരുന്നുണ്ട്. ഈ മാസം അവസാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ MLT ടെൻഷൻ ആയിട്ടിരിക്കുന്നവരെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്നവര് ഓരോ ടോപ്പിക്സ് എടുക്കുക, നല്ല തറവായിട്ട് അത് വളരെ ഡെപ്തിൽ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക, അതിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ ഇന്ന് മുതലെങ്കിലും, അപ്പൊ ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇനി ഉഴപ്പിയിരിക്കാനുള്ള സമയമൊന്നും നിങ്ങളുടെ മുന്നിലില്ല. അപ്പൊ ഇന്ന് മുതൽ ഈ ഒരു നിമിഷം മുതലെങ്കിലും നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ടൈം ടേബിൾ തയ്യാറാക്കി കറക്റ്റ് ആയിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നവർ സെൽഫ് സ്റ്റഡി ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടന്റിനൊന്നും പഞ്ഞില്ല. അത്രയ്ക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അതുപോലെ ChatGPT ഉണ്ട്, അതുപോലെ പിന്നെ എവിടെന്നെങ്കിലും ഗൂഗിൾ നോക്കിയൊക്കെ കണ്ടന്റ് പഠിക്കുന്നതിൽ നമുക്ക് റോങ് ആയിട്ടുള്ള കണ്ടന്റ്സും അതുപോലെ വാല്യൂസ്, ലാബ് അസിസ്റ്റന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് വാല്യൂസ്. നോർമൽ വാല്യൂസ് കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ സോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവര് സോഴ്സ് കറക്റ്റ് ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കി വേണം പഠിക്കാൻ ആരംഭിക്കാൻ. ഓക്കെ, പിന്നെ അല്ലാതെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർ കറക്റ്റ് ആയിട്ട് അവർ പറയുന്നത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. കൂടെ സ്മാർട്ട് വർക്ക് വേണം മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ടോപ്പിക്സ് പഠിച്ചു അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, അതിൽ നിന്ന് ഇനി ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കില്ല. വാക്യൂ ചെയിനർ ട്യൂബുകൾ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കില്ല. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഏരിയയാണ്. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലും പഠിച്ചതാണ് അല്ലെ? മോർഫോളജിയുടെ ബേസിസിൽ ബാക്ടീരിയനെ 6 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ പിക്ചർ നോക്കാം. കോക്കായി, ബാസിലായി, വൈബ്രിയോ, സ്പൈറില, അപ്പൊ ഇങ്ങനെ കുറേ, അതുപോലെ മൈക്കോപ്ലാസ്മ, ആക്ടിനോമൈസീഡ്സ്, ഇങ്ങനെ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മോർഫോളജിയുടെ ബേസിസിൽ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കോക്കൈ,
ഓക്കെ, രണ്ടാമത്തത് ബാസിലൈ, മൂന്നാമത്തത് വിബ്രിയോ, നാലാമത്തത് ആക്ടിനോമൈസീറ്റ്സ്, അടുത്തത് അഞ്ചാമത്തത് സ്പൈറോകീറ്റ്, ആറാമത്തത് മൈക്കോപ്ലാസ്മ. ഇങ്ങനെ 6 ക്ലാസിഫിക്കേഷൻ ആണ് മോർഫോളജിയുടെ ബേസിസ്. കോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെരിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലിരിക്കും. അപ്പൊ അത് ഒന്നാണുണ്ടെങ്കിൽ മോണോകോക്കൈ, രണ്ടെണ്ണം ഡിപ്ലോകോക്കൈ, ഗ്രേപ്സ് പോലെ ക്ലസ്റ്റർ ആയിട്ട് ഇരുന്നാൽ സ്റ്റഫൈലോകോക്കൈ, ഓക്കെ, ചെയിൻ ആയിട്ട് ഇരുന്നാൽ സ്ട്രെപ്റ്റോകോക്കൈ, 4 എണ്ണമായിട്ട് ഇരുന്നാൽ ടെട്രാഡ്, 8 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ സാർസിന എന്ന് പറയും. പിക്ചർ കാണിച്ചു തരാവേ. കണ്ടോ, കോക്കൈ എന്ന് പറയുന്നത് എന്താണ്? കോക്കസ് എന്ന് പറഞ്ഞാൽ സ്ഫെരിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലായിരിക്കും. അതിൽ ഒന്നുണ്ടെങ്കിൽ മോണോകോക്കൈ, രണ്ടെണ്ണമാണെങ്കിൽ ഡിപ്ലോകോക്കൈ, ഇനി ചെയിൻ ആയിട്ടിരുന്നാൽ സ്ട്രെപ്റ്റോകോക്കൈ, ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? സ്റ്റഫൈലോകോക്കൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ആണോ? യെസ്. അപ്പൊ കോക്കൈ എന്ന് പറഞ്ഞാൽ സ്ഫെരിക്കൽ ഓർ ഓവൽ. അതിൽ ഒന്നാണുള്ളതെങ്കിൽ സിംഗിൾ ആണെങ്കിൽ മോണോകോക്കൈ. എക്സാമ്പിൾ മോണോകോക്കസ് സ്പീഷീസ്. ഇനി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ ഡിപ്ലോകോക്കൈ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ഡിപ്ലോകോക്കൈയുടെ എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. ഇനി ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ ആയിട്ടിരുന്നാൽ സ്റ്റഫൈലോകോക്കൈ. എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇനി ചെയിൻ ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നുണ്ട്. അതാണ് എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജീനസ്. ഇനി 4 എണ്ണം ഗ്രൂപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ടെട്രാഡ്, അതാണ് മൈക്രോകോക്കസ്. അതിനെയാണ് നമ്മൾ മൈക്രോകോക്കസ് എന്ന് പറയുന്നത്. ഇനി സാർസിന എന്ന് പറയുന്നത് കോക്സൈ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 8. സാർസിന എന്ന് പറയുന്നത് കോക്സൈ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 8 ആണ് സാർസിന എന്ന് പറയുന്നത്. കോക്സൈ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 8. ഓക്കെ, അപ്പൊ സാർസിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കോക്സൈ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 8. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയില് സ്ഫെറിക്കൽ ഓർ ഓവൽ കോക്കൈ, ഒന്നാണുള്ളതെങ്കിൽ മോണോകോക്കൈ, രണ്ടെണ്ണം എക്സാമ്പിൾ മോണോകോക്കസ് സ്പീഷീസ്, രണ്ടെണ്ണമാണെങ്കിൽ ഡിപ്ലോകോക്കൈ, ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. അടുത്തത് ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആണെങ്കിൽ സ്റ്റഫൈലോകോക്കൈ, എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. അടുത്തത് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഫോം ആണ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജീനസ്. ടെട്രാഡ് എന്ന് പറയുന്നത് 4 ആയിട്ടുള്ള ഗ്രൂപ്പാണ്, മൈക്രോകോക്കസ് സ്പീഷീസ്. 8 ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ സാർസിന എന്നാ പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ബാസിലൈ റോഡ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, റോഡ് ഷേപ്ഡ്. അതിന് എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ് ഈകോളൈ ആൻഡ് ക്ലെബ്സിയെല്ല. ഓക്കെ, ഇനി ചൈനീസ് ലെറ്റർ പാറ്റേണിൽ ഇരിക്കുന്നതാണ് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. കോക്കോ ബാസിലൈ ആണ്. ഓക്കെ, കോക്കോയും ബാസിലയും കൂടെ വരുന്നതിൽ അതാണ് പ്രോട്ടിയസ്. 3ഉം ഇമ്പോർട്ടന്റ് ആണ്. ബാസിലൈ എന്ന് പറയുന്നത് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. എക്സാമ്പിൾ ഈകോളൈ, ക്ലെബ്സിയെല്ല. ചൈനീസ് ലെറ്റർ പാറ്റേൺ എക്സാമ്പിൾ ആണ് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. കോക്കോ ബാസിലൈക്ക് എക്സാമ്പിൾ ആണ് പ്രോട്ടിയസ്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ കോക്കസ് പറഞ്ഞു അല്ലെ, കോക്കസ് സ്ഫെരിക്കൽ ഓർ ഓവൽ ഷേപ്ഡ്, ബാസിലൈ റോഡ് ഷേപ്ഡ്. അടുത്തത് വിബ്രിയോ എന്ത് ഷേപ്പാണ്? കോമ ഷേപ്പാണ്. വിബ്രിയോ എന്ന് പറയുന്നത് കോമ ഇട്ടതുപോലെ ഇരിക്കുന്നു അല്ലെ, ഇങ്ങനെയല്ലേ കോമ ഇടുന്നത്? അതുപോലെ കോമ ഇടുന്നത് പോലെ ഇരിക്കുന്നതിനെയാണ് വിബ്രിയോ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വിബ്രിയോ കോളറെ. ഇനി ആക്ടിനോമൈസീറ്റ് എന്ന് പറയുന്നത് റിജിഡ് ഓർഗാനിസംസ് ലൈക്ക് ട്രൂ ബാക്ടീരിയ, but they resemble fungi in that they exhibit branching. Okay, ട്രൂ ബാക്ടീരിയനെ പോലെ റിജിഡ് ആണ്, പക്ഷെ ഫംഗൈനെ പോലെ ഇരിക്കും. അതായത് അവർക്ക് ബ്രാഞ്ചിങ് ഒക്കെ ഉണ്ട്, ഫിലമെന്റ് ഒക്കെ ഉണ്ടാവും. അതിന് എക്സാമ്പിൾ ആണ് ആക്ടിനോമൈസിസ് ഇസ്രായേലി. ഓക്കെ, അടുത്തത് സ്പൈറോകീറ്റുകൾ. അത് സ്പൈറൽ ഷേപ്പിലായിരിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ ലെപ്റ്റോസ്പൈറ. അതുപോലെ ട്രിപ്പോനീമ, സിഫിലിസ് ഉണ്ടാക്കുന്ന ട്രിപ്പോനീമ പാലിഡ്. അതുപോലെ വെയിൽസ് ഡിസീസ് ഓർ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈർ. ഓക്കെ, അതായത് സ്പൈറോകീറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, സ്പൈറൽ ഷേപ്പ് ആണ്, കോയിലായിട്ടിരിക്കും, കോയിൽഡ് ആയിട്ട് നീളത്തില്. ഓക്കെ, ആ എക്സാമ്പിൾ ലെപ്റ്റോസ്പൈറ, ട്രിപ്പോനീമ.
ഇനി മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ദേ ഒക്കർ ഇൻ റൗണ്ട് ഓർ ഓവൽ ബോഡീസ് ആൻഡ് ഇൻ ഇന്റർലേസിംഗ് ഫിലമെന്റ്സ്. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മൈക്കോപ്ലാസ്മയ്ക്ക് റിജിഡ് സെൽ വാൾ ഇല്ല. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽ വാൾ ഇല്ല. അതുപോലെ തന്നെ അവർക്ക് ഒരു ഷേപ്പ് ഇല്ല, ഇൻഡെഫിനിറ്റ് ഷേപ്പാണ്. ഓക്കെ, ദേ ആർ ഹൈലി പ്ലിയോമോർഫിക് ഓൾസോ. അപ്പൊ സ്പൈറോകീറ്റുകൾ എന്താണെന്ന് പറയാ? സ്പൈറോകീറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് പേരിൽ തന്നെയാണ് അല്ലെ. സ്പൈറോകീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ലോങ് സ്ലെൻഡർ സ്പൈറൽ ഷേപ്പ് ആണ്. എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അതായത് എക്സാമ്പിൾ ലെപ്റ്റോസ്പൈറ, ട്രിപ്പോനീമ. മൈക്കോപ്ലാസ്മ റൗണ്ട് ഓർ ഓവൽ ബോഡീസ് ആണ്, അവർക്ക് സെൽ വാൾ ഇല്ല. ഓക്കെ, അപ്പൊ മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത എന്താണ്? ഒന്നുകിൽ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ബോഡീസിലാണ്. അതിന്റെ പ്രത്യേകത അവർക്ക് സെൽ വാൾ ഒന്നും ഇല്ല. അവർ പ്ലിയോമോർഫിക് ആണ്, അതായത് അവർക്ക് സൈസ് ഷേപ്പ് ഒക്കെ വ്യത്യാസപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരൊരു ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആണ്. എക്സാമ്പിൾ മൈക്കോപ്ലാസ്മ നിമോണിയെ. ഓക്കെ, അടുത്തത് ഇനി ഓക്സിജൻ എത്രത്തോളം വേണം? ഓക്സിജനുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസില് ബാക്ടീരിയനെ പല ഗ്രൂപ്പായിട്ട് മാറ്റുന്നുണ്ട്. ആദ്യത്തത് എയറോബുകൾ. എയറോബുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ വേണം, വളരാൻ ഓക്സിജൻ വേണം. ഇനി ഒബ്ലിഗേറ്റ് എയറോബ്, അതായത് ഓക്സിജൻ ഇല്ലാതെ ഇവർക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞാൽ ദ ബാക്ടീരിയ ദാറ്റ് കനോട്ട് ഗ്രോ വിത്തൗട്ട് ഓക്സിജൻ ഫോർ ഗ്രോത്ത്. അപ്പൊ എയറോബ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ വേണം. ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഒബ്ലിഗേറ്റ് അനേറോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ഗ്രോ ഇൻ ആബ്സെൻസ് ഓഫ് ഫ്രീ ഓക്സിജൻ. ഓക്കെ, അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ തീരെ പറ്റില്ല. ഒബ്ലിഗേറ്റ് എയറോബ്സിന് എന്താണ്? ഓക്സിജൻ ഇല്ലാതെ പറ്റില്ല. ഒബ്ലിഗേറ്റ് അനേറോബ്സിന് ഓക്സിജൻ ഉണ്ടെങ്കിൽ പറ്റില്ല. എയറോബ് എന്ന് പറയുന്ന അവർക്ക് ഓക്സിജൻ വേണം. ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ ഇല്ലാതെ പറ്റില്ല. ഒബ്ലിഗേറ്റ് അനേറോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ പറ്റില്ല. ഒബ്ലിഗേറ്റ് എയറോബിന് എക്സാമ്പിള് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആൻഡ് വിബ്രിയോ കോളറൈ. ഓക്കെ, അടുത്തത് ഒബ്ലിഗേറ്റ് അനേറോബിന് എക്സാമ്പിള് ക്ലോസ്ട്രീഡിയം ആൻഡ് ബാക്ടീരിയോയിഡ്സ്. ഇത്തിരി ഓക്സിജൻ വന്നാൽ അവര് മരിച്ചു പോകും. ഓക്കെ, അപ്പൊ ഒബ്ലിഗേറ്റ് അനേറോബിന് ഓക്സിജൻ പറ്റില്ല, ഒബ്ലിഗേറ്റ് എയറോബിന് ഓക്സിജൻ ഇല്ലാതെ പറ്റില്ല. ഇനി ഫാക്കൾട്ടേറ്റീവ് അനേറോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എയറോബുകളാണ്, അവർക്ക് രണ്ടും പറ്റും. എയറോബിക് കണ്ടീഷൻ ആയാലും ഓക്കെ, അവരെന്തും അഡ്ജസ്റ്റ് ചെയ്യും. എയറോബിക് ആണേലും ഓക്കെ, അനേറോബിക് ആണേലും ഓക്കെ. അതാണ് ഫാക്കൾട്ടേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുവിധം എല്ലാ ബാക്ടീരിയയും ഈ ഫാക്കൾട്ടേറ്റീവ് അനേറോബാണ്. എക്സാമ്പിൾ എൻഡറോബാക്ടീരിയസിയ. ഇനി മൈക്രോ എയറോഫിൽ, അവരെന്ന് പറയുന്നത് അവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നത് എയറിലുള്ള ഓക്സിജനെക്കാളും കുറവുള്ള സമയത്താണ്. മൈക്രോ എയറോഫിൽ, എക്സാമ്പിൾ ക്യാമ്പൈലോബാക്ടർ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള എൻവയോൺമെന്റിൽ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയനെയാണ് കാർബോക്സിഫിലിക് അല്ലെങ്കിൽ ക്യാപ്നോഫിലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപ്നോഫിലിക്കിന് എക്സാമ്പിൾ ഏതാണ്? ക്യാപ്നോഫിലിക് ബാക്ടീരിയ. ക്യാപ്നോഫിലിക്കിന്റെ വേറൊരു പേരാണ് കാർബോക്സിഫിലിക്. ഏതാണ് എക്സാമ്പിള്? എക്സാമ്പിൾ ബ്രൂസെല്ല അബോർട്ടസ്. ബ്രൂസെല്ല അബോർട്ടസ് മൈക്രോ എയറോഫിലിന് എക്സാമ്പിൾ ഒക്കെ ചോദിക്കാം. അപ്പൊ ക്യാമ്പൈൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ആണ് പഠിക്കുന്നത് അല്ലെ. ആദ്യം നമ്മൾ പഠിച്ചത് ഏത് ടോപ്പിക് ആയിരുന്നു? യെസ്, ഫസ്റ്റ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞു, വാക്യൂറ്റെയ്നർ പറഞ്ഞു, അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ അല്ലെ. കോക്കൈ, ബാസിലൈ, വിബ്രിയോ, ആക്ടിനോമൈസീറ്റ്, സ്പൈറോകീറ്റ്, മൈക്കോപ്ലാസ്മ, എയറോബ്, ഒബ്ലിഗേറ്റ് എയറോബ്, ഒബ്ലിഗേറ്റ് അനേറോബ്, ഫാക്കൾട്ടേറ്റീവ് അനേറോബ്, മൈക്രോ എയറോഫിൽ, കാർബോക്സിഫിലിക് ഓർ ക്യാപ്നോഫിലിക്. ഇനി മോട്ടിലിറ്റിയുടെ ബേസിസിൽ ബാക്ടീരിയനെ മോട്ടൈൽ ആയതും നോൺ മോട്ടൈൽ ആയതും എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ മൂവ് ചെയ്യുന്നതാണ് ഈ കോളയും വിബ്രിയോയും ഒക്കെ. മൂവ് ചെയ്യാത്തതുണ്ട്. ഏതൊക്കെയാണ് മൂവ് ചെയ്യാത്തത്? ക്ലെബ്സിയല്ല, സ്റ്റഫൈലോകോക്കൈ. മോട്ടൈൽ ആയിട്ടുള്ളത് ഈ കോളായി, വിബ്രിയോ. നോൺ മോട്ടൈൽ ക്ലെബ്സിയല്ല, സ്റ്റഫൈലോകോക്കൈ. അപ്പൊ ഷേപ്പ് കണ്ടോ? കോക്കസ്, ഡിപ്ലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ ചെയിൻ ആയിട്ടിരിക്കുന്നു അല്ലെ. ബാസിലസ് റോഡ് ഷേപ്പ്, വിബ്രിയോ കോമ ഷേപ്പ്, സ്പൈറില സ്പൈറൽ ആയിട്ട്. ഓക്കെ, സ്പൈറോക്കീറ്റ് കണ്ടോ സ്പൈറൽ ആയിട്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ കോക്കസ് എന്ന് പറയുന്നത് സ്ഫെരിക്കൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്ഡ് ആണ്. പല ഒന്നുകിൽ ഒന്നായിട്ടിരിക്കാം, 2, 4, 8 ഒക്കെ ആയിട്ടിരിക്കാം. ബാസിലസ് റോഡ് ഷേപ്ഡ് ആണ്. ഓക്കെ, വിബ്രിയോ എന്ന് പറയുന്നത് കർവ്ഡ് ആണ്, കോമ ഷേപ്പ് ആണ്. ഓക്കെ, അതാണ് കോളറയൊക്കെ ഉണ്ടാക്കുന്നത്. സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ലീഷ്മാൻ സ്റ്റെയിൻ. ലീഷ്മാൻ സ്റ്റെയിനിൽ നിന്നും സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു റൊമനോവ്സ്കി ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ്. നോട്ട് ചെയ്ത് വെക്കൂ, റൊമനോവ്സ്കി ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളെ ബ്ലഡ് സ്മിയർ, പെരിഫറൽ ബ്ലഡ് സ്മിയർ എടുത്തു കഴിഞ്ഞാൽ അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ്, നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ് ഈ ഒരു ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതൊരു റൊമനോവ്സ്കി ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണത്തിന്റെ മിക്സ്ചർ ആണ്. അതിലൊരു ആസിഡിക് ഡൈയും ഉണ്ട്, ബേസിക് ഡൈയും ഉണ്ട്. ആസിഡിക് ഡൈ എന്ന് പറയുന്നത് ഏതാണ്? ഇയോസിൻ ആണ്. ബേസിക് ഡൈ എന്ന് പറയുന്നത് ഏതാണ്? ബേസിക് ഡൈ, യെസ്, ഇറ്റ് ഈസ് മെത്തിലീൻ ബ്ലൂ ആണ്. ഓക്കെ, ആസിഡിക് ഡൈയും ഉണ്ട്, ബേസിക് ഡൈയും ഉണ്ട്. ആസിഡിക് ഡൈ എന്ന് പറയുന്നത് ഇയോസിനും ബേസിക് ഡൈ എന്ന് പറയുന്നത് മെത്തിലീൻ ബ്ലൂ ആണ്. ഓക്കെ, ഇത് എവിടെയാ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്? വിച്ച് ഇസ് ഡിസോൾവ്ഡ് ഇൻ മെത്തനോൾ. ഈ മെത്തനോൾ എന്താ ചെയ്യാന്നറിയോ? ഫിക്സേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ബാക്കി ഈ ഡൈകൾ ഉപയോഗിച്ച് നമുക്ക് സെല്ലുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, പാരസൈറ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു റൊമനോവ്സ്കി ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ്. അത് പെരിഫറൽ ബ്ലഡ് സ്മിയർ മൈക്രോസ്കോപ്പിലൂടെ നോക്കാനാണ് സഹായിക്കുന്നത്. അതിൽ 2 തരത്തിലുള്ള മിക്സ്ചർ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ആസിഡിക് ഡൈ, ദാറ്റ് ഇസ് ഇയോസിനും, ബേസിക് ഡൈ, ദാറ്റ് ഇസ് മെത്തനോളും. അപ്പൊ ഇത് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഡിസോൾവ് ചെയ്തിരിക്കുന്നത് യെസ്, മെത്തനോളിലാണ്. ഈ മെത്തനോൾ ആണ് അവിടെ ഫിക്സേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മെത്തനോൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഫിക്സേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ ഡൈസ് ഈ സെല്ലുകളെ മനസ്സിലാക്കാനും പാരസൈറ്റുകളെ മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇയോസിൻ അല്ലെ. ഇയോസിൻ എന്ന് പറയുന്നത് എന്താണ്? ഇയോസിൻ ഒരു ആസിഡിക് ഡൈ ആണ്. ഓക്കെ, അപ്പൊ അത് ബൈൻഡ് ചെയ്യുന്നത് ബേസിക് കമ്പോണന്റുമായിട്ടായിരിക്കും. അതായത് ഹീമോഗ്ലോബിൻ, ഓക്കെ, ഹീമോഗ്ലോബിൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്, അതുപോലെ സൈറ്റോപ്ലാസം. ഇനി മെത്തിലീൻ ബ്ലൂ എന്ന് പറഞ്ഞാല് അതൊരു ബേസിക് ഡൈ ആണ്. ഓക്കെ, അപ്പൊ അത് സ്റ്റെയിൻ ചെയ്യുന്നത് അസിഡിക് ആയിട്ടുള്ള സെൽ കമ്പോണൻസിനെ ആയിരിക്കും. അതായത് DNA-നെയും ന്യൂക്ലിയസിനെയും. വളരെ ഇമ്പോർട്ടന്റ് ആണ് DNA, ന്യൂക്ലിയസ്. ലീഷ്മാൻ സ്റ്റെയിൻ പറഞ്ഞു റൊമനോവ്സ്കി ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആണ്. പെരിഫറൽ ബ്ലഡ് സ്മിയർ എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതിൽ ആസിഡിക് ഡൈ ഇയോസിൻ ഉണ്ട്, ബേസിക് ഡൈ മെത്തിലീൻ ബ്ലൂ ഉണ്ട്, വിച്ച് ഇസ് ഡിസോൾവ്ഡ് ഇൻ മെത്തനോൾ. മെത്തനോൾ ഫിക്സേറ്റീവ് ആണ്. ഇയോസിൻ എന്ന് പറയുന്നത് ആസിഡിക് ഡൈ ആണ്. അത് സെൽഫ് ബേസിക് കമ്പോണന്റുമായിട്ട് ബൈൻഡ് ചെയ്യും. മെത്തിലീൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ ബേസിക് ഡൈ ആണ്. അത് ആസിഡിക് ആയിട്ടുള്ള സെൽ കമ്പോണന്റുമായിട്ടാണ് അതിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റൊമനോവ്സ്കി സ്റ്റെയിൻ ആണ് ജിംസ, റൈറ്റ്, അതുപോലെ ലീഷ്മാൻ, ജെന്നേഴ്സ്. ജിംസ സ്റ്റെയിൻ, റൈറ്റ് സ്റ്റെയിൻ, ലീഷ്മാൻ സ്റ്റെയിൻ, ജെന്നർ സ്റ്റെയിൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലീഷ്മാനും റൈറ്റുമാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? ലീഷ്മാനും അതുപോലെ റൈറ്റ് സ്റ്റെയിൻ. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻഫീരിയർ ടു ജിംസ ആൻഡ് ജെന്നർ എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ഹെമറ്റോളജി പറയുന്നത് പ്യുവർ അസ്യൂർ ബിയും യൂസിൻ വൈയും അങ്ങനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റൊമനോവ്സ്കി സ്റ്റെയിൻ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ജിംസ സ്റ്റെയിൻ, റൈറ്റ് സ്റ്റെയിൻ, ലീഷ്മാൻ സ്റ്റെയിൻ ആൻഡ് ജെന്നർ സ്റ്റെയിൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. ഏതൊക്കെയാണ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്? അതിന്റെ ഡൈല്യൂഷൻ എങ്ങനെയാണ്? പിപ്പറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ RBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് പഠിക്കണം, WBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് പഠിക്കണം, അതുപോലെ പ്ലേറ്റ്ലെറ്റിന്റെയും ഈ ഒരു ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് പഠിക്കണം.
ആദ്യം തന്നെ RBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. RBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഐസോടോണിക് ലബോറട്ടറി റിയേജൻ യൂസ്ഡ് ഇൻ ഹെമറ്റോളജി ടു ഡൈല്യൂട്ട് ബ്ലഡ് സ്പെസിമെൻസ് പ്രയർ ടു നമ്മൾ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് RBC പിപ്പറ്റിലാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്നിട്ട് RBC നമ്മൾ ഹീമോസൈറ്റോമീറ്റർ ന്യൂബാർസ് കൗണ്ടിങ് ചേംബർ ഉപയോഗിച്ച് നമ്മൾ കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതൊരു ഐസോടോണിക് ആയിട്ടുള്ള ലബോറട്ടറി റിയേജന്റ് ആണ്. അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണ്? ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെ, ഡൈല്യൂട്ടിംഗ് ഏജന്റ് അല്ലേ. അപ്പൊ ഈ ബ്ലഡ് സ്പെസിമെനുകൾ ഡൈല്യൂട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. എന്നാലേ നമുക്കത് കൗണ്ട് ചെയ്യാൻ സാധിക്കും. ഹീമോസൈറ്റോമീറ്റർ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡൈല്യൂട്ട് ആവണം. അപ്പൊ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഒരു ഐസോടോണിക് ലാബ് റിയേജന്റ് ആണ്. അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഡൈല്യൂട്ട് ചെയ്യാൻ, എന്നാലേ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ് ഹെയംസ് ഫ്ലൂയിഡ്, ക്വസ്റ്റ്യൻ വന്നതാണ്. ഡെയ്സീസ് ഫ്ലൂയിഡ്, അതും ക്വസ്റ്റ്യൻ വന്നതാണ്. ഗ്രോവേഴ്സ് ഫ്ലൂയിഡ്, അത് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പൊ ഹെയം സൊല്യൂഷനും ഡെയ്സീസും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഹെയംസും ഡെയ്സീസും. ഓക്കെ, ഹെയംസും ഡെയ്സീസും ആണ് PYQ നോട്ട് ചെയ്ത് വെക്കണേ. PYQ നമ്മൾ അടുത്ത സെഷനിൽ PYQs മാക്സിമം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഹെയം സൊല്യൂഷൻ. അപ്പൊ RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിനെ ഡൈല്യൂട്ട് ചെയ്ത് RBC കൗണ്ട് ചെയ്യുന്നു. അപ്പൊ ഹെയം സൊല്യൂഷൻ ആണ് ഏറ്റവും വൈഡ്ലി ഉപയോഗിക്കുന്നത്. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? ഹെയംസില് സോഡിയം സൾഫേറ്റ്, അതുപോലെ സോഡിയം ക്ലോറൈഡ്, അതുപോലെ മെർക്കുറി ക്ലോറൈഡ്. അപ്പൊ ഹെയം സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഹെയം സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട് അതാണ് ഏറ്റവും വൈഡ്ലി ഉപയോഗിക്കുന്നത്. സോഡിയം സൾഫേറ്റ് ഉണ്ട്, അത് പിന്നെ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, മെർക്കുറി ക്ലോറൈഡ് ഉണ്ട്. സോഡിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഈ റൂളക്സ് ഫോർമേഷൻ ഇങ്ങനെ അട്ടിക്കട്ടിക്കിരിക്കില്ല, ആ ഒരു റൂളക്സ് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഐസോടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് മെർക്കുറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് ഗ്രോവേഴ്സ് ഫ്ലൂയിഡ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് കോമ്പോസിഷൻ ഓഫ് സോഡിയം സൾഫേറ്റും ഉണ്ട്, അതിൽ ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡും ഉണ്ട്. ഗ്രോവേഴ്സ് ഫ്ലൂയിഡ്. അടുത്തത് ഡെയ്സീസ് ഫ്ലൂയിഡ്. അതിനും ഒരു ഐസോടോണിക് സെലൈൻ ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ടു പ്രിസർവ് ദ സെൽ ഇന്റഗ്രിറ്റി. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഹെയംസിൽ എന്തൊക്കെയുണ്ട്? ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ കോമ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹെയംസ് ഫ്ലൂയിഡിൽ എന്തൊക്കെയുണ്ട്? അതായത് 0.25 ഗ്രാം മെർക്കുറി ക്ലോറൈഡ്, അതുപോലെ 2.5 ഗ്രാം സോഡിയം സൾഫേറ്റ്, അതുപോലെ 0.5 ഗ്രാം സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഹെയംസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ RBC ഡൈല്യൂട്ട് ചെയ്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടി അതിന് ഡൈല്യൂഷൻ നടത്തണം, എന്നിട്ടേ കൗണ്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഹെയംസ് ഫ്ലൂയിഡില് 0.25 ഗ്രാം മെർക്കുറി ക്ലോറൈഡ്, 2.5 ഗ്രാം സോഡിയം സൾഫേറ്റ്, അതുപോലെ 0.5 ഗ്രാം സോഡിയം ക്ലോറൈഡ് ആണുള്ളത്. അപ്പൊ ഈ മെർക്കുറി ക്ലോറൈഡ് എന്തിനാ സഹായിക്കുന്നത്? അതായത് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. മൈക്രോബിയൽ ഗ്രോത്ത് നടക്കില്ല, അപ്പൊ RBCനെ ഫിക്സ് ചെയ്ത് അവിടെ വെച്ചോളൂ. അപ്പൊ മെർക്കുറി ക്ലോറൈഡ് എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യാം ടു പ്രിവെന്റ് ദ മൈക്രോബിയൽ ഗ്രോത്ത്. അടുത്തത് സോഡിയം സൾഫേറ്റ് 2.5 ഗ്രാംസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സോഡിയം സൾഫേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. അതുവഴി നമുക്ക് റോളക്സ് ഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ ക്ലംബ് ചെയ്യുന്നത് തടയാൻ സാധിക്കും. ഇനി സോഡിയം ക്ലോറൈഡ് 0.5 ഗ്രാം, അതെന്തിനു വേണ്ടിയാണ്? യെസ്, മെയിൻറ്റെയിൻ ഐസോടോണിസിറ്റി ടു എൻഷുർ ദ സെൽസ് ഡു നോട്ട് സ്വെൽ ഓർ സിങ്ക്. ഓക്കെ, അപ്പൊ ഐസോടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സെല്ല് സ്വെല് ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഹെയംസ് ഫ്ലൂയിഡില് 0.25 ഗ്രാം മെർക്കുറി ക്ലോറൈഡ്, 2.5 ഗ്രാം സോഡിയം സൾഫേറ്റ്, 0.5 ഗ്രാം സോഡിയം ക്ലോറൈഡ്. അടുത്തത് ഡെയ്സീസ് ഫ്ലൂയിഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഡെയ്സീസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയാ ഉള്ളത്? ഡെയ്സീസ് ഫ്ലൂയിഡില് ട്രൈസോഡിയം സിട്രേറ്റ്, ഫോർമാൽഡിഹൈഡ് നോട്ട് ചെയ്ത് വെക്കണേ. ട്രൈസോഡിയം സിട്രേറ്റ്, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോർമാൽഡിഹൈഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ, ഓരോന്നും എത്രയുണ്ടെന്ന് നോക്കാം. ട്രൈസോഡിയം സിട്രേറ്റ് 3.13 ഗ്രാം,
ഫോർമാൽഡിഹൈഡ് 37% ആണെങ്കിൽ 1 ml. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ ദാറ്റ് ഇസ് 100 ml. ഫോർമാൽഡിഹൈഡ് 1 ml, ട്രൈസോഡിയം സിട്രേറ്റ് 3.13 gram. അപ്പൊ ഡെയ്സീസ് ഫ്ലൂയിഡിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ട്രൈസോഡിയം സിട്രേറ്റ് 3.13 gram, formaldehyde 1 ml, 37% formaldehyde 1 ml, distilled water 100 ml. ഇനി ഗ്രോസ് ഫ്ലൂയിഡ്, ഇത് മൂന്നുമാണ് RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. ഹെയംസ്, ഡെയ്സീസ്, അതുപോലെ തന്നെ ഗ്രോസ് ഫ്ലൂയിഡ്. അപ്പൊ ഇതിലെ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? 12.5 gram സോഡിയം സൾഫേറ്റ്, 33.3 ml ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്, 100 ml അസറ്റിക് ഡിസ്റ്റിൽഡ് വാട്ടർ. ഗ്രോസ് ഫ്ലൂയിഡില് സോഡിയം സൾഫേറ്റ്, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആൻഡ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. ഇനി WBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏതാണ്? RBC ഏതൊക്കെയായിരുന്നു? RBC മെയിൻ ആയിട്ട് ഹെയംസ് അല്ലെ, WBC മെയിൻ ആയിട്ട് ടർക്സ്. ഓക്കെ, അപ്പൊ ഹെയംസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയ്സീസ് ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോവേഴ്സ്. ഹെയം സൊല്യൂഷൻ അതിൽ സോഡിയം സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ് ആൻഡ് മെർക്കുറി ക്ലോറൈഡ്. ഗ്രോവേഴ്സ് ഫ്ലൂയിഡ് അല്ലെ, അതിൽ സോഡിയം സൾഫേറ്റ് ആൻഡ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഡെയ്സീസിൽ ട്രൈസോഡിയം സിട്രേറ്റ് ആൻഡ് ഫോർമാൽഡിഹൈഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്കറിയാം MLT നിറയെ ന്യൂമറിക്കൽസ് ഉണ്ടെന്നല്ലേ. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ പിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ സ്ഥിരമായിട്ട് കാണുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ അത് കാണാതെ പഠിക്കുക. അപ്പൊ നിറയെ വാല്യൂസ് ന്യൂമറിക്കൽസ് ഉണ്ട്, അതൊക്കെ എഴുതി വെച്ച് പഠിക്കാം. അപ്പൊ WBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടർക്സ് ഫ്ലൂയിഡ് ആണ്, WBC കൗണ്ട് ചെയ്യാനായിട്ട്. ഈ ഒരു ടർക്സ് ഫ്ലൂയിഡിൽ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഉണ്ട്, അത് RBCനെ ബ്രോക്കൺ ഡൗൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ജംഗ്ഷൻ വൈഡ് സ്റ്റെയിൻ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ WBCയെ കാണാൻ സാധിക്കും. ഓക്കെ, അത് മൈക്രോസ്കോപ്പിലൂടെ വിസിബിൾ ആയിരിക്കും. ഇതാണ് WBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, അതായത് ടർക്സ് സൊല്യൂഷൻ. അതിൽ എന്തൊക്കെയുണ്ട്? യെസ്, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഉണ്ട്, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. പിന്നെ ജംഗ്ഷൻ വയലറ്റ് 1 ml, ഡിസ്റ്റിൽഡ് വാട്ടർ 97 ml. അപ്പൊ 100 ml എടുത്താൽ അതിൽ 2 ml ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്, 1 ml ആണ് ജംഗ്ഷൻ വയലറ്റ് എന്ന് പറയുന്നത്. അടുത്തത് അപ്പൊ RBC WBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡുകൾ പറഞ്ഞു. അടുത്തതായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ്ങിന്റെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ് റീസ് എക്കർ. ഓക്കെ, അപ്പൊ റീസ് എക്കർ, അതുകൂടാതെ ഇപ്പൊ 1% അമോണിയം ഓക്സലേറ്റും എടുക്കാറുണ്ട്. ഓക്കെ, ഇനി റീസ് എക്കർ എന്ന് പറയുന്നതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സോഡിയം സിട്രേറ്റ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റിന്റെ ക്ലംപിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സോഡിയം സിട്രേറ്റ് ഉണ്ട്. അടുത്തത് ഫോർമാലിൻ ഉണ്ട്, ഫോർമാലിൻ പ്രിസർവ്സ് ആൻഡ് ഫിക്സസ് ദ പ്ലേറ്റ്ലെറ്റ്സ്. അടുത്തത് ബ്രില്യന്റ് ക്രിസൈൽ ബ്ലൂ ഉണ്ട്. ഓക്കെ, ബ്രില്യന്റ് ക്രിസൈൽ ബ്ലൂ എന്താ ചെയ്യുന്നത്? ബ്രില്യന്റ് ക്രിസൈൽ ബ്ലൂ സ്റ്റെയിൻസ് ദ platelets likely to make them visible under the microscope. അടുത്തത് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ, യെസ്, ആക്ട് ആസ് എ ഡൈല്യൂവന്റ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ് റീസ് എക്കർ. സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഏതാണെന്ന് മാറിപ്പോകരുത്. ഇത് കൂടാതെ 1% അമോണിയം ഓക്സലേറ്റ് ഉപയോഗിച്ചും RBCനെ ഹീമോലൈസ് ചെയ്യാൻ സാധിക്കും. റീസ് എക്കറിലുള്ളത് സോഡിയം സിട്രേറ്റ്, ഫോർമാലിൻ, ബ്രില്യന്റ് ക്രിസൈൽ ബ്ലൂ ആൻഡ് ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പൊ ഇനി ഇതില് ഇതാണ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് അല്ലെ. അപ്പൊ ഈ ഒരു ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡിനെ എടുക്കണമെങ്കിൽ ഡൈല്യൂട്ടിംഗ് പിപ്പറ്റ് വേണം അല്ലെ. അതെന്താ ചെയ്യുന്നത്? ബ്ലഡിനെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ടാണ് ഹീമോസൈറ്റോമീറ്റർ സെൽ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ RBC പിപ്പറ്റ് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നറിയോ? ആദ്യത്തെ ഒരു വാക്ക് നോക്കിയാൽ മതി, റെഡ് ബീഡ് ആയിരിക്കും. ഇനി WBC എങ്ങനെയാ മനസ്സിലാവുന്നത്? അതിന് വൈറ്റ് ബീഡ് ആയിരിക്കും. ഓക്കെ, അത് കാണിച്ചു തരാം പിക്ചർ. റെഡ് ബീഡ് ഉള്ളത് ഏതാണ്? ഇത് RBC പിപ്പറ്റ് ആണ്, ഇത് WBC പിപ്പറ്റ് ആണ്. അപ്പൊ അതില് ഉള്ള ആ ഒരു ബീഡ് നോക്കുക.
RBC പിപ്പറ്റിന്റെ പ്രത്യേകത അത് ഡൈല്യൂട്ട് ചെയ്യും ബ്ലഡിനെ 1:200 ടൈംസ് ആയിട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. WBCയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബീഡാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. എത്രയാണ് അതിന്റെ റേഷ്യോ? 1:20 ആണ്. ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ബ്ലഡ് സാമ്പിളിന് നമുക്ക് എന്താണ് ഡൈല്യൂട്ട് ചെയ്താലാണ് നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഡൈല്യൂട്ട് ചെയ്താലാണ് നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ടോട്ടൽ RBC കൗണ്ട് റിക്വയർസ് 1:200 ഡൈല്യൂഷൻ യൂസിങ് ഐസോട്ടോണിക് സൊല്യൂഷൻ ലൈക്ക് ഹെയംസ് ഫ്ലൂയിഡ്. അതുപോലെ WBC കൗണ്ട് എന്ന് പറയുന്നത് 1:20 ഡൈല്യൂഷൻ വിത്ത് ടർക്സ് ഫ്ലൂയിഡ് വിച്ച് ലൈസസ്. ടർക്സ് ഫ്ലൂയിഡ് എന്താ ചെയ്യുന്നത്? RBCനെയൊക്കെ ബ്രോക്കൺ ഡൗൺ ചെയ്ത് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ടോട്ടൽ ഇത് തന്നെ നോക്കാൻ സാധിക്കും. അപ്പൊ 1:200 1:20 നോട്ട് ചെയ്ത് വെക്കാം. വൺ 1:200 ആണ് ഏതിന്റെ ഡൈല്യൂഷൻ വരുന്നത്? RBCയുടെ ഡൈല്യൂഷൻ വരുന്നത് അല്ലെ. 1:20 ആണ് WBCയുടെ ഇത് വരുന്നത് അല്ലെ. RBCക്ക് ഏതൊക്കെ? ഹെയംസ്, ഗ്രോവേഴ്സ്, ഡെയ്സീസ്. WBCക്ക് ടർക്സ്. അപ്പൊ ഇവിടെ 1:200 അതുപോലെ 1:20 എന്ന് പറയാം. ഇതാണ് നമ്മുടെ പിക്ചറുകൾ വെച്ച് മനസ്സിലാക്കുക. RBC പിപ്പറ്റ് നോക്കിയേ, നടുക്കൊരു റെഡ് ഇതുണ്ട്. പിന്നെന്താണ്? സ്റ്റെമ്മിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 0.5 വരെ ബ്ലഡ് എടുക്കും. അതിനുശേഷം 10 വരെയാണ് ബാക്കി കാര്യങ്ങൾ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 0.5 വരെ ബ്ലഡ് എടുക്കും. അതുപോലെ 101 വരെ എന്തെടുക്കും? യെസ്, ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എടുക്കും. ഇനി WBC പിപ്പറ്റ്, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? WBC പിപ്പറ്റിന്റെ പ്രത്യേകത വൈറ്റ് ബീഡാണ്, വെള്ള മുത്താണ് അതിനകത്ത്. ഓക്കെ, പിന്നെ അതിന്റെ റീഡിങ്സ് എന്ന് പറയുന്നത് 0.5ഉം 10ഉമാണ്. 0.5ഉം 10ഉമാണ്. വരെ ബ്ലഡ് എടുക്കും. ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് എത്ര വരെ എടുക്കും? 11 വരെ എടുക്കും. ഇനി എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ് എന്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു? ESR മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ് ഓർ വെസ്റ്റർഗ്രൻസ് മെത്തേഡ്. ഓക്കെ, അപ്പോ ഈ വെസ്റ്റർഗ്രൻസ് മെത്തേഡിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വെസ്റ്റർഗ്രൻസ് മെത്തേഡ് എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണെന്ന് ചോദിക്കും. പിന്നെ ഈ പിപ്പറ്റിനെ പറ്റിയാണ്. ഓക്കെ, അതായത് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ് അപ്പൊ ESR മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ ഹീമോഗ്ലോബിൻ മെഷർ ചെയ്യുന്നത്, അതുപോലെ RBC, WBC, റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്, ഇങ്ങനെ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഓരോന്നും പിക്ചറുകൾ വെച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തറവായിട്ട് ആ ഒരു ടോപ്പിക്ക് വളരെ ഡെപ്തിൽ പഠിച്ചു. അതിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പിക്കുകളുടെ റിവിഷനുകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ MLT ടോപ്പിക്കുകൾ നിങ്ങൾ ഇനിയും MLT പഠിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാതെ എത്രയും പെട്ടെന്ന് MLT പഠിച്ചെടുക്കുക. അതാണ് റാങ്ക് മേക്കിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ RBC പിപ്പറ്റ് ഉപയോഗിച്ച്, അതുപോലെ RBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് RBC കൗണ്ട് ചെയ്തു. WBC പിപ്പറ്റ് ഉപയോഗിച്ച് WBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ടർക് സൊല്യൂഷൻ ഉപയോഗിച്ച് WBC കൗണ്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ് ഉപയോഗിച്ച് വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ഉപയോഗിച്ച് ESR കൗണ്ട് ചെയ്യാം. ഓക്കെ, ESR ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകത ഇതിന്റെ ഈ കാലിബ്രേഷൻ PYQ ചോദിച്ചതാണ്. 300 millimeter ലോങ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് ആണ്. ഓക്കെ, അതിന് 0 മുതൽ 200 വരെ ഫ്രം മേളിൽ നിന്ന് താഴോട്ട് മാർക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ഇതുവരെ ബോർ ഡയമീറ്റർ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 2.5 millimeter. അതുപോലെ ലോവർ മാർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 180 millimeter. ഓക്കെ, ഇതിന് പിപ്പറ്റ് എന്ന് പറയാൻ കാരണം ഇത് രണ്ട് സൈഡും ഓപ്പൺ ആണ്. ഇനി ഇതുപോലെയാണ് വിൻഡ്രോബ്സ് മെത്തേഡ്. ഓക്കെ, അതും ഇതുപോലെ ഒരു ESR നോക്കാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഈ വിൻഡ്രോബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 110 millimeter ലോങ് ആണ്. സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നത് 110 millimeter.
നേരത്തെ എത്രയായിരുന്നു? 300 millimeter ലോങ്, 2.5 millimeter ബോർ ഡയമീറ്റർ, അതിന്റെ ലോവർ മാർക്ക് 180 millimeter ആണ്. ഇവിടെ 110 millimeter ലോങ് ഹെവി സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബ് ആണ്. അതിന്റെ ഡയമീറ്റർ 2 millimeter ആണ്. ലോവർ എൻഡ് ക്ലോസ്ഡ് ആണ്, ഫ്ലാറ്റ് ആണ്. ട്യൂബില് സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും കാലിബ്രേഷൻ കൊടുത്തിട്ടുണ്ട്. ESR അറിയാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 0 to 10 ESRന് വേണ്ടിയും 10 to 0 തിരിച്ചു നമ്മൾ എടുക്കുന്നത് ഇതിനു വേണ്ടിയാണ്? PCVക്ക് വേണ്ടിയുമാണ്. ഓക്കെ, അപ്പൊ PCV നോക്കുന്നതും ESR നോക്കാനും ഈ ഒരു ട്യൂബ് യൂസ് ചെയ്യാം, വിൻഡ്രോബ് ട്യൂബ്, അല്ലെങ്കിൽ അതിനെ ഹെമറ്റോക്രിറ്റ് ട്യൂബ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ വിൻഡ്രോബ് മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചു, വാക്യൂം ചെയിനർ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ പഠിച്ചു അല്ലെ. അതിനുശേഷം നമ്മൾ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡുകൾ, RBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, RBCയുടെ പിപ്പറ്റ്, WBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്, WBCയുടെ പിപ്പറ്റ്, വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ്, വിൻഡ്രോബിന്റെ ട്യൂബ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അടുത്തതായിട്ട് അനാറ്റമിക്കൽ ടേംസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ ഹെമറ്റ്യൂറിയ, ഹീം എന്ന് പറയുന്നത് ബ്ലഡ് അല്ലെ, യൂറിയ. അപ്പൊ എന്താണ്? യൂറിനിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഹെമറ്റ്യൂറിയ എന്ന് പറയും. അടുത്തത് മെലിറ്റ്യൂറിയ എന്ന് പറയുന്നത് ഷുഗർ, അത് എന്തും ആവാം, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, എന്ത് വേണമെങ്കിലും ആവാം. അതിൽ ഗ്ലൂക്കോസ് ആണ് യൂറിനിലൂടെ പോകുന്നതെങ്കിൽ ഗ്ലൈക്കോസൂറിയ എന്ന് പറയും. ഗ്ലൂക്കോസോ ഗാലക്ടോസോ ഏതെങ്കിലും അബ്നോർമൽ എമൗണ്ട് ഓഫ് ഷുഗർ ആണ് യൂറിനിലൂടെ പോകുന്നതെങ്കിൽ മെലിറ്റ്യൂറിയ എന്ന് പറയും. അടുത്തത് ഹീമോപ്റ്റൈസിസ്. ഹീമോപ്റ്റൈസിസ് എന്ന് പറയുന്നത് അതിനെയാണ് ബ്ലഡ് സ്പിറ്റിംഗ് എന്ന് പറയുന്നത്. ടഫിംഗ് അപ്പ് ബ്ലഡ് or blood stained mucus originating from the respiratory tract or lungs. അടുത്തത് എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ നോസ് ബ്ലീഡിംഗ്. ഓക്കെ, നോസിൽ നിന്ന് ബ്ലഡ് വരുന്നതിനെയാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. അടുത്തത് ഹെമറ്റ് എമസിസ്. എമസിസ് എന്ന് പറഞ്ഞാൽ എന്താ? വോമിറ്റിംഗ് ആണ്. നിങ്ങൾ വോമിറ്റിങ്ങിന് കൊടുക്കുന്ന മരുന്ന് ശ്രദ്ധിച്ചാൽ മതി. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്ന് എംസെറ്റ് അല്ലെ. യെസ്, എമസിസ് എന്നാണ് ഈ ഒരു വോമിറ്റിംഗിന്റെ മീനിങ്, അനാറ്റമിക്കൽ ടേം ആണ് ഈ ഒരു എമസിസ്. അപ്പൊ ഹെമറ്റെമസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോമിറ്റിൽ ബ്ലഡ് ഉള്ളത്. ഗ്ലൈക്കോസൂറിയ, ദാറ്റ് ഇസ് എ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. ഹെമറ്റൂറിയ, പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ. മെലിറ്റൂറിയ, ഏതെങ്കിലും ഷുഗർ യൂറിനിലുള്ളത്. ബ്ലഡ് സ്പിറ്റ് ചെയ്യുന്നതിന് ഹീമോപ്റ്റൈസിസ്. നോസിൽ നിന്ന് ബ്ലീഡ് വരുന്നതിന് എപ്പിസ്റ്റാക്സിസ്. വൊമിറ്റസിൽ ബ്ലഡ് വരുന്നത് ഹെമറ്റെമസിസ്. ഗ്ലൂക്കോസ് യൂറിനിലുള്ളത് ഗ്ലൈക്കോസൂറിയ. ക്ലിയർ ആണോ? അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഷുവർ ഷോർട്ട് ആയിട്ട്, റാങ്ക് മേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഈ ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പഠിക്കുക. ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത വെബിനാറിൽ നമുക്ക് കാണാം. ഓക്കെ, ഇത് മറ്റന്നാളത്തെ യൂട്യൂബ് ലൈവിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബ് ലൈവിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് MLTയുടെ 50 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ PK ലേണിംഗ് സയൻസ് വിങ് ഒരു MLT ബാച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പേര് ലാബ് പൾസ് ബാച്ച്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള, അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. 35 ദിവസം കൊണ്ട് നിങ്ങളുടെ ഈ MLT എന്ന് പറയുന്ന 4 മോഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്ത് തരും. ഓക്കെ, 4 മോഡ്യൂളും 35 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഓരോ മോഡ്യൂളുകളും റിവൈസ് ചെയ്യും. റിവിഷൻ ക്ലാസ് വഴി മോഡ്യൂൾ റിവൈസ് ചെയ്യും. ഓരോ മോഡ്യൂളായിട്ട് 4 മോഡ്യൂളുണ്ട് അല്ലെ. 4 മോഡ്യൂൾ നമുക്ക് റിവിഷൻ നടത്താം. എന്നിട്ട് ഈ 4 മോഡ്യൂളും ഇന്നാണ് ആദ്യത്തെ മോഡ്യൂളിന്റെ റിവിഷൻ എങ്കിൽ പിറ്റേ ദിവസം ആ മോഡ്യൂളിന്റെ എക്സാം എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് റിവിഷൻ ഉണ്ട്. അതിനുശേഷം ആ ഓരോ മോഡ്യൂളിൽ നിന്നും പരീക്ഷകളുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യും. മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പൊ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. PYQ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും കംപ്ലീറ്റ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? മോഡൽ എക്സാം എഴുതണം. ഓക്കെ, ഈ MLT കംപ്ലീറ്റ് ഉള്ള മോഡൽ എക്സാമുകളും എഴുതേണ്ടി വരും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഈ MLT ബാച്ച് ഇപ്പൊ നിങ്ങൾ MLT എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ള ടെൻഷനിലുള്ളവര് ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഈ മാസം ലാസ്റ്റ് ആണ് കോഴ്സ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങളിപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ നിങ്ങൾക്ക് സൈഡിലൂടെ പഠിച്ചു പോകാൻ തനിയെ പഠിക്കാൻ പറ്റുന്നതാണ് അല്ലെ. അത് വളരെ ടഫുള്ള ഒരു കാര്യമല്ല. പക്ഷെ MLT ഒരു 50 മാർക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഉറപ്പാണ്.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്ത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് 50 ഡേയ്സ് കൊണ്ട് ഈ 50 മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠനം ആരംഭിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾ വെറുതെ പഠിച്ചാൽ മാത്രം കാര്യമില്ല അല്ലെ, റിവിഷൻ ചെയ്താലും കാര്യമില്ല, ചെയ്ത് നോക്കാം. മോക്ക് എക്സാം എഴുതി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുവിധം പഠിച്ചു കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം. ഓപ്പറേഷൻ ലാബ് എയ്സ്. ഓക്കെ, അതായത് 24-ാം തീയതി തുടങ്ങും. ഒരു 15 ടെസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഓരോ മോഡ്യൂളുകളിൽ നിന്നും പരീക്ഷകൾ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് വൈസ് പരീക്ഷകൾ, അതുപോലെ ഫുൾ ലെങ്ത് മോഡൽ എക്സാമുകളൊക്കെ അടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സീരീസിലും. ജോയിൻ ചെയ്യണം എന്നുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡ്രീം ജോബ് ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ആണ് അല്ലെ, അത് ആ ഒരു ഡ്രീം ജോബിലേക്ക് എത്താനുള്ള ദൂരം കുറയ്ക്കാനാണ് ഇങ്ങനെയുള്ള സോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലുള്ള വെബിനാറുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, യൂട്യൂബ് ലൈവിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ അഥവാ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് യൂട്യൂബ് ലൈവുകളും അതുപോലെ വെബിനാറുകളും സംഘടിപ്പിക്കുന്നതായിരിക്കും. വെബിനാറുകളിലൂടെയാണ് നമ്മൾ ഷുവർ ഷോർട്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂട്യൂബ് ലൈവിലൂടെ PYQs ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഫേസിലോട്ട് എത്തേണ്ട സമയമായി. ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും പരീക്ഷ. അപ്പൊ കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഇനി നിങ്ങളുടെ മുന്നിൽ അല്ലെ. ഇപ്പൊ ജൂലൈ തുടങ്ങി, ജൂലൈ തീരാറായി. ഓക്കെ, അപ്പൊ ഇനിയുള്ള മാസങ്ങളെങ്കിലും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്. ഓക്കെ, ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും എക്സാം വരുന്നത്. അപ്പൊ ഈ ഒരു 3 മാസം നിങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്മാർട്ട് വർക്ക്, നല്ലൊരു ഫിക്സഡ് ടൈം ടേബിൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഇനി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, കൂടെ സ്മാർട്ട് വർക്കും ചെയ്യണം. ഓക്കെ, വെറുതെ മഗപ്പ് ചെയ്ത് സിലബസ് കംപ്ലീഷൻ അല്ല ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്. പക്ഷെ MLT-യിൽ നമുക്ക് അങ്ങനെ ഒന്നും വിടാൻ പറ്റില്ല അല്ലെ, നമ്മുടെ റാങ്ക് മേക്കിംഗ് ടോപ്പിക്കാണ്. MLT കംപ്ലീറ്റ് പഠിക്കണം. കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ പോലും MLT-യിൽ നിന്ന് നിങ്ങൾക്ക് റോങ് ആവരുത്. അത്ര തറവായിട്ട് MLT പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു ജോബ്, നിങ്ങളുടെ ഡ്രീം ജോബ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത യൂട്യൂബ് ലൈവിൽ കാണാം. താങ്ക് യു.